ലോകം മുഴുവൻ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കത്തക്ക രീതിയിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഇസ്രയേലുമായി ചേർന്നിട്ടുള്ള യുദ്ധം, ഇറാന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമം, ലോക ജനതയ്ക്ക് നേരെയുള്ള കടന്നാക്രമം എല്ലാം ചേർന്ന് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഓരോരുത്തരുടെയും ജീവിതത്തെ ബാധിച്ചു തുടങ്ങിയിരിക്കുകയാണ്. എല്ലാ വീടുകളിലും അത് ബാധകമായിരിക്കുകയാണ്, വിലക്കയറ്റം ഉൾപ്പെടെയുള്ള പ്രശ്നം. അപ്പോഴാണ് ഇന്ന് രാവിലെ വാർത്ത കാണുന്നത് 900-ലധികം രൂപ ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഗ്യാസ് സിലിണ്ടറിൻ്റെ പ്രശ്നം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. 3993 രൂപയാണ്. അപ്പോൾ അത് ജനങ്ങൾക്ക് നേരെയുള്ളൊരു കടന്നാക്രമമാണ്, യുദ്ധത്തിൻ്റെ ഒരു രീതിയാണ്. ലോകം മുഴുവൻ അത് ബാധിച്ചിരിക്കുകയാണ്. വളരെ ഫലപ്രദമായ രീതിയിൽ അതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റിന് സാധിക്കുന്നില്ല എന്നുള്ളതും, അതുപോലെ തന്നെ ഈ കുത്തക മുതലാളിമാർക്ക് കൂടുതൽ സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇക്കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. അതിനെതിരായ ശക്തിയായ പ്രതിഷേധം രാജ്യത്ത് ഉയർന്നു വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനിയും വില വർദ്ധിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതാണ്. അല്ല, കേന്ദ്രമന്ത്രിക്ക് മറുപടി പറയാനില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് തന്നെ ഇതിനനുകൂലമാണ്. ഇതാ കാര്യം. എല്ലാ അർത്ഥത്തിലും വലിയ കുത്തകകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് യുദ്ധത്തിന്റെ മറവിൽ അവർ ശക്തിയായ രീതിയിൽ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ചിത്രം. അല്ല, എല്ലാവരുടെയും ആത്മനിഷ്ഠ ഘടകം കൂടി ചേർത്തിട്ടാണ്. അതൊക്കെ UDF-ന് അനുകൂലമാണ്. ഞങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും ഭാഗം ഈ പറയുന്ന സർവേയുടെ ഭാഗമായിട്ടില്ല. അവിടെ ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു ഉത്കണ്ഠയില്ല. ഞങ്ങൾ ഉറപ്പായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3-ാം ടേമിൽ അധികാരത്തിൽ വരും എന്ന കാര്യം ഉറപ്പായിട്ട് പറയുകയാണ്. ഒന്നും വേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഒന്നും ചെയ്യണ്ട. അയാൾ തോക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തല മൊട്ടയടിക്കുകയും വേണ്ട. വേറെ ഒരു കാര്യവും ചെയ്യണ്ട. നടക്കട്ടെ, രാഷ്ട്രീയ പ്രവർത്തനം നടത്തട്ടോ.